അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹു വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. റബ്ബി ശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പിരിസത്തോ സഹോദരന്മാരെ, പരിശുദ്ധമായ റമളാനിലെ ദിക്ർ ഞങ്ങ കടന്നുപോയുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ റമളാനിലെ ഈ പുണ്യങ്ങളുടെ പൂക്കാലമായിട്ടുള്ള വിശുദ്ധ റമളാനിലെ എല്ലാ പ്രതിഫലവും നേടിയെടുക്കുന്നതായ അല്ലാഹു ഇഷ്ടപ്പെട്ടതായ സൗഭാഗ്യമുള്ള ആൽമാരെ കൂട്ടത്തിൽ പടച്ച റബ്ബ് ഞങ്ങളെ സേർപ്പാട്ടിത്ത് അനുഗ്രഹിക്കട്ടെ. ഇസ്ലാം ഒരു മൂന്നാമത്തെ സ്തംഭമായി ദിക്ർ സക്കാത്ത് ചെല്ലുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല പവിത്ര ഖുർആനിൽ നിസ്കാരത്തിലെ വിഷയ ചെന്നവിടെ അതുക്ക് ചേർത്തിട്ട് അതിരെ മുട്ടത്തിൽ സക്കാത്തിലെ വിഷയ ചെന്നതായിട്ട് ഖുർആനിൽ നിങ്ങൾക്ക് ചെമ്മ ജാഗൽ കാണ്ട്. കാരണം ഇസ്ലാം കാര്യത്തിലെ മൂന്നാമത്തെ സ്തംഭമായി ദിക്ർ. ഒരടിമ ഷഹാദത്ത് കലിമൽ അടിവറച്ചിട്ട് മുസ്ലിമായെന്ന് പിന്നെ രണ്ടാമത് പരിശുദ്ധമായ ഇസ്ലാം അവൻ്റെ ഒട്ടിಗೆ നിർദ്ദേശിക്കുന്നത് 5 വഖത്ത് നിസ്കാരമായി ദിക്ർ. അതിന് പിന്നെ മൂന്നാമത്തെ കാര്യമായി ദിക്ർ സക്കാത്ത് ചെല്ലുന്നത്. വഈതാഉ സക്കാത്ത്, സക്കാത്തിരെ കൊടുത്തിട്ട് ബീടണം, അത് ബീഡിത്തേ വേണം. സക്കാത്ത് കൊടുക്കാത്ത കാലത്തോളം ഒരിക്കലും അവൻ്റെ ഒരു കർമ്മവും സ്വീകരിക്കില്ല, ഒരു നന്മയും സ്വീകരിക്കില്ല. അവൻ്റെ സമ്പത്ത് അത് ഹലാലാവില്ല. അത് ശുദ്ധീകരിക്കണമെങ്കിൽ അവൻ്റെ മുതലിൽ നിന്ന് അവന് സക്കാത്ത് കൊടുത്തേ വേണം. അത് കഡ്ഡായമായി ദിക്ർ, അത് നിർബന്ധമായി ദിക്ർ. സക്കാത്ത് കൊടുക്കാതെ നോമ്പെടുക്കുന്നതിൽ ഒരർത്ഥമില്ല. സക്കാത്ത് കൊടുക്കാതെ ഹജ്ജാക്കുന്നതിൽ ഒരർത്ഥമില്ല. സക്കാത്ത് കൊടുക്കാതെ ഉംറ ആക്കുന്നതിൽ ഒരർത്ഥമില്ല. സക്കാത്ത് കൊടുക്കാതെ ഏത് ഇബാദത്തും അവന് ആക്കേണ്ടെങ്കിലും സത്യത്തിൽ അള്ളാഹുരെ ദീനായിട്ടുള്ളതായ ഈ പരിശുദ്ധമായിട്ടുള്ളതായ ദീനുൽ ഇസ്ലാം, ഇത് അള്ളാഹുരെ ദീനായി ദിക്ർ. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, തീർച്ചയായിട്ടും അള്ളാഹുരെ പക്കൽ സ്വീകാര്യമായത് അത് ദീനുൽ ഇസ്ലാം മാത്രമായി ദിക്ർ. ഈ ദീനുൽ ഇസ്ലാം ഒരു അഹ്കാമുകൾ ഹുക്കുമുകൾ നിശ്ചയിച്ചവനു റബ്ബായി ദിക്ര. അതേപോലെ ഇതിനെ മുക്കമ്മലാക്കിയവനു പൂർത്തീകരിച്ചവനു റബ്ബായി ദിക്ര. അതുകൊണ്ടു ആ റബ്ബുരെ നിർദ്ദേശമായി ദിക്ർ, ആ ദീനുൽ ഇസ്ലാം ഒരു മൂന്നാമത്തെ സ്തംഭമായി ദിക്ർ സക്കാത്ത്. ആ സക്കാത്ത് കൊടുത്തുത്തേ വേണം. വിശുദ്ധ ഖുർആൻ 9-ാമത്തെ അധ്യായ സൂറത്ത് തൗബൽ 60-ാമത്തെ ആയത്തിൽ സക്കാത്ത് മേങ്ങകു അർഹതപ്പെട്ടതായ അതിലെ അവകാശികളെ അല്ലാഹു തആല എടുത്തു ചെല്ലുക. അത് അങ്ങളെ സ്വത്തൈത്തിക്കർ, അങ്ങളെ മുതലൈത്തിക്കർ. അതിലെ ഒരിക്കലും ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യൂ ഒരു അർഹതയുമില്ല. അതുകൊണ്ടു നല്ലോണം ശ്രദ്ധിക്കണം. നിസ്കാരം കൃത്യമായിട്ട് നിസ്കരിக்கிறങ്ങയ്ക്കുവാർ, നോമ്പ് ഫറല് മാത്രമല്ല സുന്നത്തെടുக்கிறങ്ങയ്ക്കുവാർ, ഹജ്ജാக்கிறങ്ങയ്ക്കുവാർ, അതേപോലെ ഉംറത്തുക്ക് പോയോണ്ടിരിക്കുന്ന ആൾമാരിക്കുവാർ എല്ലാം ആക്கிறாർ. സക്കാത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ എല്ലവും ബാത്തിലാവുടുണ്ട്. മാത്രമല്ല മരണാനന്തര പാരത്രികമായിട്ടുള്ളതായ ലോകത്തിൽ അള്ളാഹുരെ കഠിന കഠോരമായിട്ടുള്ളതായ ശിക്ഷക്ക് അങ്ങ് ഗുരിയാവിടാറ്. അള്ളാഹു ഖുർആനിൽ എത്ര ജാഗ്രത അതിൻ്റെ വിഷയത്തിൽ എടുത്തു ചെന്നറ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ എത്ര ഹദീസുകളെ ദിക്ർ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ വിഷയത്തിൽ എത്ര എച്ചരിക്ക തന്നറ്, എത്ര ഗൗരവമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കത് പഠിപ്പാട്ടിയറ്. അതുകൊണ്ട് യാർത്തിലാര ആൾമാർ ആ വിഷയത്തിൽ ഗമനം കൊടുക്കില്ല. കൃത്യമായിട്ട് ഇസ്ലാം പഠിപ്പാട്ടിയതനുസരിച്ചിട്ട് ശരീഅത്തിലെ നിയമം അനുസരിച്ചിട്ട് സക്കാത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ എത്ര ദാരിദ്ര്യത്തിനെ കൊറടിയാക്കാം. ആയെങ്കിൽ ആൾമാർ ಇದಕ್ಕೆ ಗಮನ കൊടുക്കില്ലേ.
ഇനി ചില കൊടുക്കുന്നതായ ആൾമാർ അതിൻ്റെ നിബന്ധന എന്തൈത്തിക്കറ് ഇസ്ലാം ആ വിഷയത്തിൽ പഠിപ്പാട്ടുള്ളത് ആർക്ക് കൊടുക്കണു, എങ്ങനെ കൊടുക്കണു, അതിൻ്റെ കണക്കെങ്ങനെ എത്തിക്കറ്, ഏതിലെത്തിക്കറ് സക്കാത്ത് ഉള്ളത്, ഏതിലെത്തിക്കറ് സക്കാത്തില്ല, അതിൻ്റെ ശിഷ്ടാചാര, അതിൻ്റെ ക്രമരീതി പഠിക്കാമാറ് ഒട്ടാകെ കൊടുക്കുന്നതായ ആൾമാരെയും കാണ്ട് ഒരിക്കലും അത് സക്കാത്താവുക പോണ്ടില്ല. സക്കാത്ത് ചെന്നെങ്കിൽ എന്തിരെ, അത് എങ്ങനെ കൊടുക്കണു, ആർക്ക് കൊടുക്കണു, അതിൻ്റെ കണക്കെങ്ങനെ ക്ലിപ്തമായിട്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിങ്ങൾക്ക് പഠിപ്പാട്ടിയർ കർമ്മശാസ്ത്ര ഫുഖഹാക്കന്മാർ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെയും വിശദീകരിച്ചിട്ട് ക്ലിപ്തമായി തങ്ങളുടെ ഫിഖ്ഹിന്റെ ഗ്രന്ഥത്തിൽ അത് നിങ്ങൾക്ക് പഠിപ്പാട്ടി തന്നാറ്. അല്ലെങ്കിൽ ഈ കാര്യ ഗൗരവമായിട്ട് ചിന്തിക്കണം. നോക്കറു എത്രത്തോളം ചെന്നെങ്കിൽ സക്കാത്ത് കൊടുക്കുന്നതായ രീതി പോലും അറിയാത്തതായ എത്ര ആൾമാരുള്ളത്. അങ്ക് സക്കാത്ത് ഉണ്ടു ചെന്ത് പോലും ഗൊഞ്ചില്ലാത്തതായ ആൾമാരുള്ളത്. സത്യത്തിൽ ചില ആൾമാർ മനസ്സിലാക്കിയത് സക്കാത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അവന് വലിയ കോടീശ്വരാവണം, വലിയ സമ്പത്തിന്നവനാവണം, വലിയ മുതലാളിയാവണ് ചെന്ത് വിചാരിച്ചു പോയ ആൾമാരുള്ളത്. സത്യത്തിൽ വലിയ കോടീശ്വരനാവണുണ്ടെന്തുമില്ല, വലിയ മുതലാളിയാവണുണ്ടെന്തുമില്ല. ഒരാളൊട്ടിಗೆ ഒരു വർഷത്തേക്ക് 595 ഗ്രാം വെള്ളിരെ വില ബണ്ടതായ കറൻസിയാവട്ട്, അല്ലെങ്കിലെങ്കിൽ ഡോളറാവട്ട്, അല്ലെങ്കിലെങ്കിൽ ദിർഹമാവട്ട്, അല്ലെങ്കിൽ റിയാലാവട്ട്, അല്ലെങ്കിൽ ദീനാറാവട്ട്, റൂപ്പീസാവട്ട്, അവനൊട്ടിಗೆ 595 ഗ്രാം വെള്ളിരെ വില ബണ്ടതായ ഇത് ഇന്നുണ്ടെങ്കിൽ അവനക്ക് ചിലവ് കൊടുക്കൽ, അവൻ്റെ ചിലവ് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവനൊട്ടിಗೆ ഒരു വർഷത്തേക്ക് ബാക്കിയായെങ്കിൽ അതിൽ 2.5% അവന് സക്കാത്ത് കൊടുത്തേ വേണു. അതിൽ 2.5% അവൻ്റെ മുതലല്ല, അത് ഫക്കീറിൻ്റെ മുതലെത്തിക്കറ്, അത് മിസ്കീൻ്റെ മുതലെത്തിക്കറ്. അള്ളാഹു ഖുർആനിൽ സൂറത്ത് തൗബയുടെ 60-ാമത്തെ ആയത്തിൽ ചെന്ന് അതിൽ അവകാശന്മാരുടെ മുതലെത്തിക്കറ്. അതുകൊണ്ടു എത്ര ഗൗരവമുള്ള വിഷയ. ഖബർ ശിക്ഷയ്ക്ക് വലിയ ഒരു കാരണമായിട്ട് തീർന്ന് നാളെ പരലോകത്തിൽ എല്ലാ അമലും നിഷ്ഫലമാവുകൂ ഒരു കാരണമായി തിക്കറ്. ഹക്കടപാട് വീട്ടില്ലെങ്കിൽ എന്ത് ശിക്ഷ എത്തിക്കറ്, അതിനെക്കാട്ടി കഠിന കടോഹരമായി തിക്കറ്. ഇസ്ലാമിക ശരീഅത്തിലെ നിയമം പാലിക്കുന്നതായ ഇസ്ലാമിക ഭരണമുള്ളതായ രാജ്യത്തിൽ കാലിഗ് എന്താക്കുക, സക്കാത്ത് കൊടുക്കാത്തവൻ്റൊട്ടിಗೆ യുദ്ധത്തിക്ക് വരെ കാലിഗ് ഓർഡർ ഇടുക ഇസ്ലാം അനുവദിച്ച് കൊടുത്തോറും. കാരണം അത് നിർബന്ധമായിട്ട് പിടിച്ചെടുത്തിട്ട് എടുക്കുകയുള്ളതായ ഒന്നെത്തിക്കറ് സക്കാത്തിര മുതലിനെ വെച്ചിട്ട് അത് കൊടുക്കാതെ, അത് അർഹതപ്പെട്ടതായ ആൾമാർക്ക് കൊടുക്കാതെ അത് ബാക്കി വെച്ചതായ ആൾമാർ അങ്ങ് വലിയ നഷ്ടത്തിലെത്തിക്കറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 50-ാമത്തെ അധ്യായ സൂറത്ത് തൗബരെ 34-35 ആയത്തിൽ സ്വർണ്ണ ബെല്ലിരെ സൂക്ഷിച്ച് വെച്ചിട്ട് അതിലെ സക്കാത്ത് കൊടുക്കാത്തതായ ആൾമാർക്കുള്ളതായ ശിക്ഷരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലരതായിട്ട് നിങ്ങൾക്ക് കാണ്ട്. വല്ലദീന യക്നീസൂന ദഹബ വൽ ഫില്ലത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം. ഒരു വിഭാഗ ആൾമാർ യക്നീസൂന ദഹബ വൽ ഫില്ലത അങ്ങ് ബംഗാറിനെയും വെള്ളിരെയും സൂക്ഷിച്ചിട്ട് വയ്ക്കാറ്. വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് അള്ളാഹുര മാർഗത്തുക്ക് അങ്ങതരെ ചെലവാക്കില്ല, അങ്ങതരെ സൂക്ഷിച്ച് വയ്ക്കാറ്. 84 ഗ്രാം 10.5 പൗൺ അതിരെ കാട്ടി ಯಾರ ಬಂಗಾರಿಂದೆങ്കിൽ അതിരെ 2% സക്കാത്ത് കൊടുക്കണം. ഉണ്ട് കൊടുക്കുന്ന ആൾമാർ എത്ര കൊറടിയായിരാറ്, അങ്ങതരെ സൂക്ഷിച്ച് വെച്ചിരാറ്. ചില ആൾമാർ ಬಂಗಾರಿಗೆ ರೇಟ್ ಯಾರಾയിപ്പോയിರಲ್ಲ ചെന്ത് ആ ഒരു ചിന്തനയിലെത്തിക്കാറ്. കാരണം അങ്ങ് മനസ്സിലാക്കൽ ഇത് നൻ്റെതല്ല, ഇത് ഫക്കീറിൻ്റെ ദൈത്തിക്കറ്, മിസ്കീൻ്റെ ദൈത്തിക്കറ്, കടക്കാരുടെ ദൈത്തിക്കറ്, അതിൽ അവകാശിമാരെ മുതലെത്തിക്കറ് ചെന്തങ്ങ് വിചാരിക്കാറ്. അങ്ങനെ അതിനെ കൊടുക്കാത്ത ചിലവാക്കാത്തതായ ആൾമാർ അള്ളാഹു അങ്ങനെ വിഷയത്തിൽ ചെല്ലത് ഫബശ്ശിറുഹും ബി അദാബിൻ അലീം. അങ്ക് കഠിന കടോഹരമായിട്ടുള്ള നല്ല നമ്പലമുള്ളതായ വേദനജനകമായിട്ടുള്ളതായ ശിക്ഷയുടെ വിഷയത്തിൽ
ಅಂಕ ನಿಂಗ ಶುಭವಾರ್ತೆ ಕೊಡ್ಕೋರು. ಅದರ പിന്നത്തെ ആയത്തിൽ അല്ലാഹു തആല ചൊല്ലുന്നത് തൗബ 35 ആയത്തിൽ പരലോകത്തിൽ യൗമ യുഹ്മാ അലയ്യ ഫീ നാരി ജഹന്നമ ഫതുക്വാ ബിഹാ ജിബാഉഹും വജുനൂബുഹും വളുഹൂറുഹും. അങ്ങ ചെലവാക്കാതെ കൊടുക്കാത്തതായ അങ്ങനെ ബംഗാറ് വെള്ളി ಅದರ നാളെ നരകത്തിലെ കഠിന കഠോരമായിട്ടുള്ളതായ തീയിലിട്ടിട്ട് അതിനെ നല്ലോണം ചൂടാക്കിത്ത് അങ്ങനെ മുതുകും അങ്ങനെ നെട്ടിത്തെടുത്തുകും അങ്ങനെ പാർശ്വത്തുകും ചൂട് വെക്കറ്. ആ ശിക്ഷ ಅಂಕ ಆವರ್ತಿಚೋಂಡಿಕ್ಕರು. മാത്രമല്ല അങ്ങനൊട്ടിಗೆ ചെല്ലപ്പെട്ടത് എന്തൈത്തിക്കറ് ഹാദാമാ കനസ്തും ലി അൻഫുസിക്കും ഫദൂഖൂ മാ കുന്തും തക്നിസൂൻ. ഇത് നിങ്ങൾ സൂക്ഷിച്ച് വെച്ചതായ സക്കാത്ത് കൊടുക്കാതെ എടുത്തു വെച്ചതായ നിങ്ങളെ സമ്പത്തൈത്തിക്കറ്, നിങ്ങളെ മുതലൈത്തിക്കറ്. അതുകൊണ്ട് ഈ ശിക്ഷ നിങ്ങൾ അനുഭവിക്കൊരു. ഇതിനെ രുചിച്ചറിയൊരു ചെന്ത് ആ ശിക്ഷിക്കപ്പെട്ടതായ മലായിക്കത്തിങ്ങ ഞങ്ങളൊട്ടിಗೆ ചെന്നുകൊണ്ടിക്കുവാർ. എത്ര കഠിന കഠോരമായി തിക്കറ്, എത്ര ഗുരുതരമായിട്ട് ചിന്തിക്കേണ്ട വിഷയത്തിക്കറ്. അതുകൊണ്ട് സക്കാത്തിൻ്റെ വിഷയത്തിൽ ഗൗരവമായിട്ട് കണക്കിലെടുക്കൊരു. വർഷ പൂർത്തിയായി തിന്നിട്ടെങ്കിൽ ಅದರ ബാക്കി വെക്കാതെ സക്കാത്ത് നിങ്ങൾ കൊടുക്കൊരു. അത് ಬಂಗಾರ വെള്ളിരതാവട്ട്, അതേപോലെ കച്ചവടത്തിരതാവട്ട്, അതേപോലെ കൃഷിരതാവട്ട്, അതേപോലെ അൻആം ആടുമാട് ഒട്ടകത്തിരതാവട്ട് ಅದರ സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കണം. ഇത് സക്കാത്തിൻ്റെ വകുപ്പൈത്തിക്കറ്. അള്ളാഹു സുബ്ഹാനഹു തആല സത്യം മനസ്സിലാക്കുക, ഹക്ക് മനസ്സിലാക്കുക, അതിൽ അടിയുറച്ച് നിൽക്കുക. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഞങ്ങളെല്ലാ കർമ്മങ്ങളെയും ഇബാദത്തിനെയും സ്വീകരിച്ചിട്ട് യഥാർത്ഥ മുത്തഖീങ്ങളെ കൂട്ടത്തിൽ അബ്റാറീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെല്ലാവരും സേർപ്പാട്ടി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. Share this video and earn great rewards from Allah. May this Ramadan bring you endless blessings and mercy.